പൊന്നുമോളെ, ആ വാപ്പയുടെ മുതുകു കുനിഞ്ഞത് നിന്നെ വളർത്താൻ ചുമട് ചുമന്നിട്ടാണ്. ഉമ്മാന്റെ ഈ കൈ കണ്ടോ? ഈ കൈയൊക്കെ ഇങ്ങനെ പരിപരുത് ഉമ്മയെ കെട്ടിക്കൊണ്ട് വരുമ്പോ നല്ല പട്ടുപോലെ മൃദുലമായിരുന്ന കൈ. ഇന്ന് ഉമ്മാന്റെ കയ്യിൽ തഴമ്പ് വീണത് എന്റെ പൊന്നുമക്കൾക്ക് ഭക്ഷണം തരാൻ അരകല്ലിട്ട് ഉരച്ചിട്ടാണ്. മക്കളെ, നിന്റെ വാപ്പ കണ്ടോ? നിന്റെ വാപ്പ എന്നെ കെട്ടുമ്പോ എത്ര സുന്ദരനായിരുന്നെന്നറിയോ? എന്ത് തടിയുണ്ടെന്നറിയോ? ഇന്ന് ആ മനുഷ്യൻ അട്ട പോലെ ചുരുണ്ടുപോയത് നമ്മളെ വളർത്താൻ കഷ്ടപ്പെട്ടിട്ടാണ് മോളെ എന്ന് മടിയിലിരുത്തി അവരുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ വാക്കുകൾ തുളച്ചു കയറണം. ഇറക്കി വിടലല്ല, ആട്ടി ഓടിക്കലല്ല, അവരുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ വാക്കുകൾ തുളച്ചിറങ്ങണം. വാപ്പ മക്കളോ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ്. അബൂമുഹിദന്റെ കഥ ഞാൻ പറയാം. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എവിടെ തുടങ്ങണം? മേഖലയില, മഹല്ലില അല്ല. ഞാൻ പറയുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങേണ്ടത് ഉപ്പാന്റെ മടിത്തട്ടിൽ തുടങ്ങണം. ഉപ്പ മക്കളെ വിളിച്ച് മടിയിലിരുത്തണം. എന്നിട്ട് പറയണം, മക്കളെ